പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു നാടൻ പലഹാരമാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലയടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അട തയ്യാറാക്കുന്നത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ അടയൊക്കെ ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ആവശ്യമുള്ളത്ര ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പേർക്ക് 2 എണ്ണം എന്നുള്ള അളവിലാട്ടോ തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഇനി നമുക്ക് നോർമൽ വാട്ടർ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോയാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തുന്നില്ലേ. അപ്പോൾ കുറച്ച് വെള്ളം അധികം നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഫില്ലിങ് തയ്യാറാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത്ര തേങ്ങ എടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ശർക്കര മുഴുവനായിട്ടുള്ളെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് നമ്മൾ തേങ്ങയ്ക്ക് വിളയിച്ചെടുക്കുന്നില്ലേ, അങ്ങനെയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് പണി കൂടുതലുണ്ട്. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ശർക്കര പൊടിക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല നേർങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ മാവ് അധികം കട്ടിയല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല നേർങ്ങനെ പരത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഇടയ്ക്കിടെ വെള്ളം തൊട്ടിട്ട്, നിങ്ങൾക്ക് സാധാരണ പരത്താൻ അറിയില്ല, അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ എത്രത്തോളം നേർങ്ങനെ പരത്താൻ പറ്റുന്നോ അത്രയും നേർങ്ങനെ പരത്തുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഇലയുടെയൊക്കെ കുട്ടികൾ വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യമുള്ളത്ര നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല അതാ സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് പുറത്തെ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക, നമ്മൾ തിക്കായിട്ട് വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ ഒന്ന് നേർങ്ങനെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ സൈഡൊന്ന് മടക്കി കൊടുക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ആവിക്ക് വെച്ചിട്ടല്ല തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ള ദോശക്കല്ലിൽ വെച്ചിട്ട് അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഒരുപാട് കൂട്ടി വെക്കരുത്. ഇത് അങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾഭാഗം ഒന്ന് വേവാണ്ടായി പോകും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു സമയത്ത് 2 എണ്ണം വെച്ചിട്ട് അങ്ങ് തയ്യാറാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തങ്ങ് നമ്മൾ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദോശക്കല്ലിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും അപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു അട എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ ആവിയിൽ വേവിച്ച അടേനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ ചൂട് കയറുന്ന സമയത്ത് നല്ല ജ്യൂസി ആയി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവുക. നമ്മൾ ഒരു ഒയൽച്ചൊക്കെ കഴിക്കുന്നില്ല, അതുപോലെ ഉണ്ടാകുക കേട്ടോ. ആ ഒരു ഗോതമ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ചുട്ട പോലെയാണ് ഉണ്ടാകുക. പുറത്തിങ്ങനെ നമ്മൾ വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേവാണ്ടിരിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് കുറയും. അപ്പോൾ ഇത് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഇതുപോലെ ഉണ്ടാകുക, കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാകുക. നമ്മൾ ഇത് ദോശക്കല്ലിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയൊക്കെ ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഭാഗം വെന്തിനൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെയാണ് ഉണ്ടാകുക. പുറം ഭാഗമൊക്കെ അങ്ങനെ ഉണ്ടാകുക കേട്ടോ, നല്ല കളറൊക്കെ മാറിയിട്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് വെന്തിട്ടില്ലാന്ന് തോന്നിയാണെങ്കിൽ ഇതുപോലെ സ്പൂണും ഇതൊക്കെ വെച്ചിട്ടൊന്ന് നമ്മൾ ടയർ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ കണ്ണൂർക്കാർ, അതുപോലെ അങ്ങ് സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ആവിക്ക് വെച്ച് ചെയ്യുന്ന അട പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കില്ല, ഇത് കുറച്ച് ഹാർഡായിരിക്കും. പക്ഷേങ്കിൽ ടേസ്റ്റ് ആയിരിക്കും നല്ല തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയകാല പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
അപ്പോൾ പലരും മറന്നുപോയ പലഹാരമായിരിക്കും, കാണുമ്പോഴായിരിക്കും ഇതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്